ബിസിനസ് ഓൺടർപ്രണേഴ്സ് എപ്പോഴും നമ്മൾ കാണുമ്പോൾ പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എപ്പോൾ കാണുമ്പോഴും പല ആളുകളും ചിരിക്കാറില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല. പല ആളുകളുടെ ഓൺടർപ്രണേഴ്സിന്റെയും ചിരി ഭയങ്കര റെയർ ഒക്കേഷൻസിലായിരിക്കും. ജനറലി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ആളുകൾ ബോസ് ഈസ് ഓൾവേസ് സീരിയസ് എന്നുള്ളൊരു അപ്രോച്ച് ആയിരിക്കും. അപ്പം ഞാൻ പക്ഷേ ഫിറോസിനെ നോക്കുമ്പോൾ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്. ഇപ്പം ഈ പോഡ്കാസ്റ്റിൽ ചിരിക്കുന്നതല്ല, ജനറലി ഈ ഓൾവേസ് സ്മൈൽ. അപ്പം എങ്ങനെയാണ് ടെൻഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടെങ്കിൽ പോലും അതിന്റെ ടെൻഷൻ തലയിലേക്ക് വരാതെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് അതിനുള്ള ഒരു ഷോർട്ട് കട്ട്സ്? എന്തൊക്കെയാണ് അത്? ചിലപ്പോ ഒരു പരിധി വരെയൊക്കെ ചിലപ്പോ ബോസ്മാർ ചിരിക്കാത്തത് ആ ഒരു സീരിയസ്നെസ് കാണിക്കാനായിരിക്കണ്ട, എനിക്കറിയില്ല. അങ്ങനെയുണ്ടോ? കൂടുതൽ ആളുകളും ചുറ്റും നോക്കി കഴിഞ്ഞാൽ ശരിയായിരിക്കും. ഇപ്പൊ നമ്മുടെ സർക്കിളിൽ ഇരിക്കുന്നത് നോക്കണ്ട, ജനറലി വെൻ യു ലുക്ക് അറ്റ് ദം ഒരു ഓഫീസിലൊക്കെ ആകുന്ന സമയത്ത് അവർ കുറേ സീരിയസ് ആയിരിക്കും. അപ്പം ജനറലി ആ ഒരു പ്രഷർ, ടെൻഷൻ നമ്മളിലേക്ക് നമ്മൾ എങ്ങനെയാണ് അത് ബാലൻസ് ചെയ്യുക? ആ പ്രഷറിനെയും ടെൻഷനെയും ബാലൻസ് ചെയ്തിട്ടാണല്ലോ ബാക്കിയെല്ലാം ചെയ്യണത്. അതിലെന്തെങ്കിലും ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണത് ഹാൻഡിൽ? കട്ട്സ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഐ എം ഓൾവേസ് ഈസി ഗോ ലക്കി മാൻ എന്ന് പറഞ്ഞൊരു. ഓക്കെ, കൊറേ എനിക്ക് മസിൽ പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം, ചിരിക്കാണ്ടിരുന്നിട്ട് എന്താ കാര്യം? ഓക്കെ, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചിരിക്കുന്നുള്ളത്. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ആക്ച്വലി. ഐ മീൻ, കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാൻ എനിക്കറിയില്ല വൈ ഐ ആം സ്മൈലിംഗ് ഓൾവേസ്. മേ ബി ഞാൻ അധികം ടെൻഷൻ ആ രീതിയിലേക്ക് നോക്കാറില്ല. ടെൻഷനായിട്ട് പ്രോബ്ലത്തിന് എപ്പോഴും നമ്മൾ പ്രോബ്ലം ആണെന്ന് മാത്രം കാണുമ്പോഴാണെന്ന് തോന്നുമെങ്കിൽ പ്രശ്നം. അപ്പോൾ ഒരു പ്രോബ്ലം ആയിട്ട് ആര് മുന്നിൽ വന്നാലും അവരെ കുറ്റപ്പെടുത്താതെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാനാണ് നമ്മുടെ ടീമായാലും ശ്രമിക്കാറ്. പിന്നെ എല്ലാവരും നമ്മളൊരു ഫാമിലി ആയിട്ടുള്ള പോലെയുള്ള ഒരു ബോണ്ടാണ് എല്ലാവരും, നമ്മുടെ കമ്പനിയിലുള്ള എല്ലാവരും അങ്ങനെയുള്ള ഒരു ബോണ്ടാണ്. അപ്പൊ ഒരു ബോസ് എന്നുള്ളൊരു സംഭവം അവിടെ ഇല്ല. അപ്പൊ എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. എപ്പോൾ വേണമെങ്കിൽ നമ്മളെടുത്ത് വരാനും വിളിക്കാനും നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യാനും, എന്ത് ചെറിയ കാര്യങ്ങൾക്കായാലും വലിയ കാര്യങ്ങൾക്കായാലും നമ്മൾ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു വിൻഡോ അത് ആദ്യം മുതലേ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചെറുതിന്ന് തുടങ്ങിയതാണ്. അപ്പോഴേ ഉള്ള ഒരു മൈൻഡ് സെറ്റും ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ എല്ലാവരും അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും ഉള്ളത്. അപ്പൊ ചിലപ്പോ അതുകൊണ്ടായിരിക്കാം ആളുകളെടുത്ത് കുറെ കൂടെ ഫ്രീ ആയിട്ട് ഇടപെടാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട്. അതെ, ഞാൻ കുറെ ഒക്കെ ഒരു പീപ്പിൾ പേഴ്സൺ ആണ്, അങ്ങനെ പറയാറുണ്ട്. ഓക്കെ, ഇപ്പം ഫിറോസിന്റെ ട്രാവൽ ബിസിനസ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ കൺവെൻഷണൽ ട്രാവൽ കമ്പനി റൺ ചെയ്യുന്ന പോലെ അല്ല. ഞാൻ നോക്കുമ്പോൾ 2 ഡിവിഷനായിട്ട് വർക്ക് ചെയ്യുന്നു. 2 ഡിവിഷനിൽ 2 ഫോക്കസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഒന്നില് ഞാൻ കഴിഞ്ഞ സമയം നോക്കുമ്പോൾ യുവർ ഇൻടു പിൽഗ്രിമേജ് ട്രാവൽ അല്ലെ, ഒരു സൈഡിൽ അഡ്വഞ്ചറസ് ട്രാവൽ. ശരിക്കും എന്താണ് ഈ ഒരു ഡിഫറൻഷിയേഷൻ, അല്ലെങ്കിൽ ഈ ഒരു കൺവെൻഷണൽ രീതി ഫോളോ ചെയ്യാതെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സംഭവങ്ങൾ ട്രൈ ചെയ്യുന്നതിലൂടെ എന്താണ് ശരിക്കും അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഒന്നാമത് നമ്മള് പിന്നെ ഒരുപാട് മീനുള്ള കുളത്തിൽ അങ്ങനെ പറയുമല്ലോ. നമുക്ക് അഗെയിൻ ഈ ഒരു പാഷന്റെ രീതിയിലാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിസിനസ് ആയിട്ട് വേണം എന്നുള്ള രീതിയിലല്ല നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ നിഷ് എന്താണെന്നുള്ളതാണ്. നമ്മുടെ നിഷ് ഒരു അഡ്വഞ്ചർ എന്നുള്ള ഒരു ഇതിലാണ്. മറ്റേത് പ്യൂർലി ബിസിനസ് ആയിട്ടുള്ള ഇത് കണ്ടതാണ്. അപ്പൊ അങ്ങനെ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുകൊണ്ട് ആ ഒരു പിൽഗ്രിമേജ് സൈഡിലേക്ക് നോക്കി അത് ഒരു ബിസിനസ് മോഡലായിട്ടാണ് പോകുന്നത്. എന്തായാലും കമ്പനി തുടങ്ങി, അപ്പോൾ അതിന്റെ രീതിയിൽ അങ്ങനെ നോക്കി മാത്രം. മറ്റേത് പാഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെയാണ് അഡ്വഞ്ചർ വേറെ സൈഡിലേക്കും പിൽഗ്രിമേജ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വേറെ സൈഡിലേക്കും നമ്മൾ ക്ലിയർലി മാറ്റിയത്. അതിന്റെ ഒബ്ജക്റ്റീവും അതിന്റെ വിഷനും രണ്ടും വ്യത്യാസമാണ്. നമ്മൾ ആദ്യം തന്നെ ഇപ്പൊ അഗെയിൻ പാഷൻ നമ്മൾ ബിസിനസ് ആക്കുമ്പോഴും ക്ലിയർലി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നല്ലൊരു വിഷൻ നമുക്ക് വേണം. നല്ലൊരു വിഷൻ നമുക്ക് വേണം. ആ വിഷൻ അച്ചീവ് ചെയ്യാനുള്ള ഘടകങ്ങളും മിഷൻ അതെങ്ങനെയാണ് അത് വിഷൻ അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഒരു രൂപരേഖ, നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം. അതല്ലാതെ ഇത് നമുക്ക് നടത്താം എന്ന് പറഞ്ഞ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ കാര്യമില്ല.